നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച തന്നെയാണ് ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം അലയടിച്ച് ഉയരുന്നത്. എന്നാൽ ഇവിടെ കെ.സി. വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി മത്സരരംഗത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല. 140 സീറ്റുകളിലും മത്സരിക്കുവാൻ അദ്ദേഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നിലവിലെ എം പിമാർ മത്സരിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ് കെ സുധാകരൻ അടക്കമുള്ള ആളുകളെ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ താല്പര്യം കാണിച്ചു വന്നിട്ടും വെട്ടി മാറ്റി നിർത്തിയത്. എന്നാൽ അപ്പോഴൊന്നും താൻ മത്സര രംഗത്തേക്ക് ഉണ്ട് എന്ന് പറയാതെ വളരെ രാഷ്ട്രീയ ശൃഗാല തന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, അതായത് കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുന്നതിന് വേണ്ടി കെ.സി. വേണുഗോപാൽ കരുക്കൾ നീക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ എം പിമാർക്ക് അനുവാദം കൊടുക്കുകയായിരുന്നെങ്കിൽ കെ സുധാകരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിങ്ങനെ നിരവധി ആളുകൾ മത്സര രംഗത്തേക്ക് വരുമായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര് നിന്നാലും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പുമുണ്ടായിരുന്നു. എന്നാൽ അവരാരെങ്കിലും, അതായത് നിലവിലെ എം പിമാർ കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ, അതായത് എം പിമാരുടെ എണ്ണം കുറവാണ്. അങ്ങനെയെങ്കിൽ 4 or 5 എം പിമാർ രാജിവെച്ച് കേരളത്തിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും പിന്നീട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എം പിമാരെ സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ലോക്സഭയിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവ്വം എം പിമാരായിരിക്കുന്ന ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് കെ.സി. വേണുഗോപാൽ തീരുമാനമെടുക്കുകയും എന്നാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ താൻ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ആരോടും പറയാതെ രഹസ്യമായി ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലേക്ക് നയിക്കുന്നത്. അതായത് മത്സര രംഗത്തില്ലാതിരുന്ന ഒരാൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അതിനുവേണ്ടി, കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി പടയൊരുക്കം നടത്തിയ VD സതീശനെ പോലുള്ള ആളുകളെ സൈഡിലേക്ക് ചവിട്ടിത്താഴ്ത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാൻ വേണ്ടി കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ ഒത്താശയോടുകൂടി കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച ആളുകളും പറയുന്നത്. ഇത് ഹൈക്കമാൻഡ് കൃത്യമായി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് കേരളത്തിലെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ MLA-മാർ മാത്രം കൈപൊക്കിയിട്ടുണ്ട് എന്നും കണക്കാക്കി MLA-മാരുടെ എണ്ണം മാത്രം കണക്കിലെടുത്തുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ അങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിക്ക് അവസാന ആണിയടിക്കലായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ VD സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തകരും അണികളും സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഹൈക്കമാൻഡ് നീതിയുക്തമായ തീരുമാനമല്ല എടുക്കുന്നതെങ്കിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്കാണ് കോൺഗ്രസ് വഴങ്ങുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് വഴങ്ങുന്നത്, അതിനുവേണ്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കേരളത്തിൽ പോലും ഇനി കോൺഗ്രസ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയെയും അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെയും വക്താക്കളെ എല്ലാവരെയും കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയിക്കുന്നത് വേണുഗോപാലാണ്. ആ വേണുഗോപാലാണ് കേരളത്തിൽ ഏതൊക്കെ MLA-മാർ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കണം എന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത്. സ്വാഭാവികമായും അവരാരും, അതായത് ജയിച്ചു കയറി വന്ന MLA-മാരാരും ഒരു കാരണവശാലും കെ.സി. വേണുഗോപാലിനെതിരായ ഒരു അഭിപ്രായം പറയാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് സംഭവിച്ചത്. അതായത് മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ ദീക്ഷിതുമെല്ലാം കേരളത്തിലേക്ക് നിരീക്ഷകരായി എത്തുമ്പോൾ ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഒരു വോട്ടെടുപ്പ് നടത്തിയത്. അത് രഹസ്യമായി ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ മുകുൾ വാസ്നിക്കിന്റെയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള നിരീക്ഷകരുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിലല്ലാതെ രഹസ്യമായി വോട്ടെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും VD സതീശന് അനുകൂലമായി MLA-മാർ വോട്ട് രേഖപ്പെടുത്തുമായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അതായത് VD സതീശന് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുള്ള MLA-മാർ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗമായ കെ.സി. വേണുഗോപാൽ തന്നെ അവരുടെ പേര് വിട്ടുകയും പിന്നെ തനിക്ക് അനുകൂലമായി കൈപൊക്കുവാൻ സാധ്യതയുള്ള ആളുകളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി താൻ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യത നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ശൃഗാല തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാൽ കരുക്കൾ നീക്കിയിരുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പണിയെടുക്കാതെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ താനായിരിക്കും മുഖ്യമന്ത്രി. അത് ഹൈക്കമാൻഡിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ തനിക്കറിയാം, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് താൻ പറയുന്നതേ കേൾക്കൂ. കേരളത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നറിയാത്ത ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിന്റെ തീരുമാനം അല്ലെങ്കിൽ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുവാൻ തുനിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ MLA-മാരുടെ അംഗസംഘം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഘടകകക്ഷികളുടെയോ പൊതുജന വികാരമോ മാനിക്കാതെ VD സതീശന് വെട്ടിമാറ്റി
ചവിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ചവിട്ടി ഒതുക്കിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിൽ കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാവും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല കെ സി വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഇന്ത്യയിലെ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പുനഃപരിശോധന കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ ഇന്ത്യ എക്സ്പ്രസിൽ VD സതീശൻ നൽകിയ അഭിമുഖത്തിൽ ഇത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങ് കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ ആ ഭരണം കൂടി ഇനി തുടർന്നില്ലാതാക്കുന്നതിന് വേണ്ടി കെ സി വേണുഗോപാലിന്റെ ഇത്തരം ഒരു നടപടി കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അതുപോലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും എന്താണ് കേരളത്തിൽ നീതിയുക്തമായി നടപ്പാക്കാൻ സാധിക്കുക എന്നുള്ള തീരുമാനം കൈക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പൊട്ടിച്ചിതറും. UDF എന്ന സംവിധാനം ഇതോടുകൂടി തീരും. കേരളത്തിലെ അവസാന കോൺഗ്രസ് മന്ത്രിസഭയായിരിക്കും UDF മന്ത്രിസഭയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിന്റെ അണികളും അനുഭാവികളും പ്രവർത്തകരും നിഷ്പക്ഷമായി കോൺഗ്രസിന് വോട്ട് ചെയ്ത് വിജയത്തിലെത്തിച്ച ആളുകളും ഇത് തന്നെ അഭിപ്രായപ്പെടുന്നു. ഈ അഭിപ്രായങ്ങൾ കേൾക്കാതെ കെ സി വേണുഗോപാലിന് മാത്രം അനുകൂലമായി ഒരു അഭിപ്രായം ഹൈക്കമാൻഡ് കൈക്കൊള്ളുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് കോൺഗ്രസിന്റെ പതനത്തിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇത് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഇനി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.